എന്താണ് അനുമോളുടെ ശരിക്കുള്ള പ്രശ്നം? എന്താണ് ഗിഷൈലിന്റെ പ്രശ്നം? ക്യാപ്റ്റൻ പറയുന്ന കേൾക്കുന്നില്ല. ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് മേക്കപ്പ്. നിങ്ങൾ ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണോ? ഗിഷൈല് ലിപ്സ്റ്റിക്കും ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവർ എങ്ങനെയെങ്കിലും പോയി ഇട്ടിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കും. അനുമോൾ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ ചുണ്ടിൽ തൊട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഗിഷൈൽ അവരെ പുഷ് ചെയ്തിട്ട് അവരെവിടെയെങ്കിലും പോയി വീടിരുന്നെങ്കിൽ എന്നെ മാത്രമാണ് ടാർഗറ്റ് ചെയ്ത്. അത് ഒരു ഗെയിമല്ലേ? രണ്ടുപേർക്കും ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട്, ഒരു പണിഷ്മെന്റ്. ബിഗ് ബോസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ബിഗ് ബോസ് തന്നെയാണ് കണ്ടന്റ് എന്ന് പറയുന്നത്. ഇത് ഇന്നത്തെ പ്രൊമോ വന്നിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ലാലേട്ടൻ കോള് വിളിച്ചിട്ടാണ് പ്രൊമോയിൽ വന്നിട്ടുള്ളത്. അതായത് ഏത് സീസൺ, മറ്റേ ഫിലിം ഫിറോസും ആ ഒരു സീസണിലാണെന്ന് തോന്നുന്നു. അവരെന്തോ പ്രശ്നം ഉണ്ടാക്കിയ സമയത്താണെന്ന് തോന്നുന്നു കോള് വിളിച്ച് വന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അതെനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. ഇപ്പം വീക്കെൻഡ് എപ്പിസോഡ്, അതായത് നാളെ ശനിയാഴ്ച നാളെ ലാലേട്ടൻ വരുന്നുണ്ട്. പക്ഷെ അതിന് മുമ്പായിട്ട് ഇങ്ങനെ കോള് വിളിച്ച് ലാലേട്ടൻ വരണമെങ്കിൽ നല്ല പണിയായിരിക്കും അനുമോൾക്കും ഗിഷൈലിനും കിട്ടാൻ പോകുന്നത്. അത് 100% ഉറപ്പാണ്. കാരണം അങ്ങനെ കോള് വിളിക്കൽ പതിവ് കുറവാണ്. അവിടെ ഒരു ഫിസിക്കൽ അസോൾട്ട് നടന്നതുകൊണ്ടായിരിക്കാം ഇത്രയും പ്രശ്നങ്ങൾ ഇത്രയും വഷളാവുന്നത് കൊണ്ടായിരിക്കാം പുള്ളിക്കാരൻ ഒരു കോള് വിളിച്ചത്. അല്ലെങ്കിൽ ശനിയാഴ്ച, അതായത് അടുത്ത ദിവസം വരേണ്ട കാര്യമേ ഉള്ളൂ. ആ ഒരു 2 എപ്പിസോഡ് അങ്ങനെ അങ്ങ് പോയത്. പക്ഷെ അതിനു മുമ്പേ കോള് വിളിച്ചത് കൊണ്ട് ഇന്ന് എന്തായാലും നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്, അനുമോൾക്കായിരിക്കും ഗിഷൈലിനായാലും. അത് കിട്ടേണ്ടത് തന്നെയാണ്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നില്ല. അനുമോളാണെങ്കിൽ അങ്ങേയറ്റം വാശി, ഗിഷൈലാണെങ്കിൽ അങ്ങേയറ്റം വാശി. രണ്ടുപേർക്കും നല്ല രീതിക്കുള്ള വാശിയുണ്ട്. അത് ആരെങ്കിലും ഒരാൾ ചെയ്യും. ഗെയിമാണ്, പറയാൻ പറ്റത്തില്ല. ഇപ്പം ഈ സ്ഥാനത്ത് ചിലപ്പോൾ ഞാനാണെങ്കിൽ പോലും ചിലപ്പോൾ താഴ്ന്നു കൊടുക്കണമെന്നില്ല. അത് എന്താ പറയുക, ഇനിയിപ്പം പണിഷ്മെൻറ്റ് വാങ്ങിക്കുക എന്നല്ലാതെ വേറെ പണിയില്ല. വേറെ ഒരു വഴിയുമില്ല. പണിഷ്മെൻറ്റ് എന്തായാലും കിട്ടും, അത് ഉറപ്പാണ്. കാരണം ഈ ഒരു സീസൺ ആയതുകൊണ്ട് നല്ല പണിഷ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് വരുമ്പോൾ കാണാം എന്ത് പണിഷ്മെൻറ്റാണ് കിട്ടുന്നതെന്നും ബാക്കിയുള്ളവർക്ക് എന്താണ് കിട്ടുന്നതെന്നും. കാരണം ഈ കോർണർ അതായത് ഗ്രൂപ്പ് ചേർന്ന് ഈ ബുള്ളിങ് ചെയ്യുന്ന കാര്യം അവിടെ സംസാരിക്കണം. എനിക്ക് പേഴ്സണലി അനുമോളെ ഇഷ്ടമല്ല എന്ന് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഗ്രൂപ്പായിട്ടാണ് ബുള്ളി ചെയ്യുന്നത്. മീൻസ് ഒരു 4-5 പേര് വന്നിരിക്കും, അനുമോൾ എന്ത് ചെയ്താലും പ്രശ്നമാണ്. അങ്ങനെയാണ് അതിൻ്റെ അകത്ത് സംസാരം. എന്ത് ചെയ്താലും ഇവൻ ഒന്ന് തുമ്മിയാൽ പോലും അവിടെ അങ്ങോട്ട് തുടങ്ങും, അനുമോളാണ് എല്ലാത്തിനും കാരണമെന്നും പറഞ്ഞു. അത് പറയാതിരിക്കാൻ വയ്യ. ആ ഒരു ബുള്ളി, അതും ഗ്രൂപ്പ് ചേർന്നത്. ഒറ്റയ്ക്കാണെങ്കിൽ എന്ത് വേണമായിരുന്നു? ഓക്കെ, ഒറ്റയ്ക്കാണെങ്കിൽ ഓക്കെ ഫൈൻ, ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിക്കും. ഇതെല്ലാവരും കൂടെ വന്നിരുന്ന് ഗ്രൂപ്പായിട്ടിരുന്ന് ആ ഒറ്റ ആളെ ടാർഗറ്റ് ചെയ്തിട്ട്, ശരിയാണ് ഗെയിമാണ്, പക്ഷേ എത്രയെന്നും പറഞ്ഞ ഒരാളെ കേട്ടോണ്ടിരിക്കുന്നത്. ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്, ഞാനായിരുന്നെങ്കിൽ അവിടെ എപ്പോഴും പൊട്ടിത്തെറിച്ച് ഒരു അടി തന്നെ ഉണ്ടായിരുന്നു. അത് ഉറപ്പാണ്. കാരണം അമ്മാതിരി ചൊറിച്ചിലാണ്. അനുമോളായതുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഓടും എന്ന ഒരൊറ്റ ഇതിൽ മാത്രമാണ് അവരിങ്ങനെ ചൊറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനുമോൾ തന്നെയാണ് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഒന്നും പറഞ്ഞ് രണ്ടാമത്തേന് കരയും. നേരെ ഒന്ന് സംസാരിക്കാൻ കൂടി അറിയത്തില്ല. നേരെ ഒന്ന് സംസാരിച്ച അപ്പം കരയും. അത് തന്നെയാണ് അതിൻ്റെ അത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ ദിവസം പോലും കരയാത്ത എപ്പിസോഡില്ല. ശക്തമായിട്ടുള്ള നിലപാടുകൾ അവിടെ ഉറപ്പിക്കുകയും ശക്തമായിട്ട് സംസാരിക്കുകയും ചെയ്താൽ ഇങ്ങനെയുള്ള ബുള്ളിങ് ഉണ്ടാവില്ല. അനുമോൾ ഒറ്റ ഒരാൾ, അതായത് അനുമോളിൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും ചെയ്താൽ തിരിച്ച് പ്രതികരിക്കില്ല, കരഞ്ഞ് മാറി നിൽക്കും എന്നൊരൊറ്റ മൈൻഡ് സെറ്റോടു കൂടിയാണ് അവരവിടെ ഇരിക്കുന്നത്. വേറെ ആരെടുത്തും അവർ ഈ ഒരു സ്ട്രാറ്റജി ഇറക്കുന്നില്ല. ശ്രദ്ധിച്ചാൽ മതി, ഇങ്ങനെ ഗ്രൂപ്പ് കൂടിയിരുന്ന് വളഞ്ഞ് അറ്റാക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കി കളിക്കുക. പിന്നെ അതിൻ്റെ അകത്ത് വന്നിരുന്ന് അവർക്ക് എന്നെ ഇഷ്ടമല്ല, ഇവർക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതിൻ്റെ അകത്തുള്ളവരെ ഇഷ്ടപ്പെടുത്താനല്ല അതിൻ്റെ അകത്തോട്ട് പോകുന്നത്. അവിടെ ഗെയിം കളിക്കുക. അവിടെ ചിലപ്പോൾ ശത്രുക്കളുണ്ടാവും, സുഹൃത്തുക്കളുണ്ടാവും. അതൊക്കെ ആ ഒരു ഗെയിമിൻ്റെ പാർട്ടായിട്ട് അവിടെ വയ്ക്കുക, അല്ലാതെ എല്ലാം പേഴ്സണലായിട്ട് എടുക്കാതിരിക്കുക. ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സ്റ്റാർ മാജിക്കിൽ മറ്റേ പാമ്പർ ചെയ്ത് കൊണ്ട് നടന്ന കൊച്ചാണെന്നാണ് വിചാരം എപ്പോഴും. എല്ലാവരും പാമ്പർ ചെയ്യുന്നില്ല. ഇതൊക്കെയാണ് പുള്ളിയുടെ പ്രശ്നം, അനുമോളുടെ. ഇന്നലെ തന്നെ എന്തോ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ശൈത്യ, അനുമോള്, ആദില, നൂറ ഇവരെല്ലാവരും ആ ഒരു സോഫയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവും. അതായത് ഈ മൈക്ക് താത്തിട്ടിട്ട് സംസാരിക്കുന്നു. അപ്പോഴേ ശൈത്യ പറഞ്ഞു, എടാ മൈക്ക് എടുത്ത് വെച്ചില്ലെങ്കിൽ ഇപ്പം അനൗൺസ് ചെയ്യും, അവർക്കായിട്ട് നീ ഒരു അവസരം ഇട്ട് കൊടുക്കുകയാണെന്ന് ശൈത്യ ഒരു 100 തവണ പറഞ്ഞു. എന്നിട്ട് ശൈത്യ 100 ആരോ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നേരെ വെച്ചും കൊടുത്തു. എന്നിട്ട് പുള്ളിക്കാർ സംസാരിച്ചു തുടങ്ങി. അതായത് എന്തോന്ന്, കുറേ പേർക്ക് ഇഷ്ടമല്ല ഞാൻ അവിടെ നിൽക്കുന്നത്, അങ്ങനെ എന്തൊക്കെയോ അത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് സംസാരിക്കുക ഇങ്ങനെ പോയപ്പോൾ പിന്നെയും തള്ളി കിട്ടും. അത് മനഃപൂർവ്വം തള്ളി കിട്ടതാണ്. അത് ആ വീഡിയോയിൽ വ്യക്തമാണ്. ബിഗ് ബോസ് അനൗൺസ് ചെയ്തു. അത് അവർക്കൊരു, അതായത് കളിയാക്കണ ഗ്യാങ്ങിന് പുതിയൊരു കണ്ടന്റ് ഇട്ട് കൊടുത്ത് അവളായിട്ടാണ് ഓരോന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അനുമോള് തന്നെയാണ്. ശൈത്യം ഒരു 100 തവണ പറഞ്ഞേക്കാം, മൈക്ക് എടുത്തിട്ട്. അത് കുഴപ്പമില്ല. അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പൊട്ടന്മാരാണ്.
അല്ലെങ്കിൽ ഇവക്ക് ചിന്തിക്കാനുള്ള ഒരു ബോധമില്ല ഈ അനുമോക്ക്. എന്തൊക്കെയാണെന്നോ അതിൻ്റെ അകത്ത് കാണിച്ചു കൂട്ടണം. സ്വന്തമായിട്ടാണ് ഇട്ട് കൊടുക്കുന്ന ഓരോ കാര്യങ്ങൾ അങ്ങോട്ട് എടുത്ത് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് ഇരന്നിരന്ന് വാങ്ങി. അതാണ് അവിടുത്തെ മെയിൻ പ്രശ്നം. അനുമോള് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് കാര്യങ്ങളൊക്കെ നീക്കാൻ തുടങ്ങി അവിടെ പാതി പ്രശ്നം കുറയും. വേറെ ഒന്നുമില്ല, ഹൗസിന്റെ പ്രശ്നമില്ല, ഈ കിട്ടുന്ന ബുള്ളിങ് ആയാലും എന്തായാലും. എന്ന് പറഞ്ഞാൽ ഇന്നലെ നോമിനേഷൻ ഉണ്ടായിരുന്നു. എന്താണ് ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ ആയാലും അത് അത് പ്രഡിക്റ്റബിൾ ആണ്. ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ അകത്തൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. അവർ തീരുമാനിക്കും ആരൊക്കെയാണ് അടുത്ത ക്യാപ്റ്റൻ ആവാനുള്ളത്, ആർക്കൊക്കെ വോട്ട് ചെയ്യണം. അവരെന്ന് പറഞ്ഞാൽ ഒരു നമ്പർ ഓഫ് ആൾക്കാർ കൂടുതലാണ്, 8 പേരോ 9 പേരോ എന്തുകൊണ്ട്. അപ്പോൾ അവർ വോട്ട് ചെയ്യുന്ന ആൾക്കാർ ക്യാപ്റ്റനായി മാറും. അത് തന്നെയാണ് അവിടെ നടക്കുന്നത്, ഒരു മാറ്റവും ഇല്ല. ഒനിയിലും അബിയും അതുപോലെ വേറെ ഒരാളും കൂടെ, അത് ആരാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മ വരുന്നില്ല, ഈ 3 പേരും കൂടെ സംസാരിച്ചപ്പോൾ ആ ഒരു ടോപ്പിക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് അവർ 8 പേരുണ്ട്. ഇപ്പം ആ 8 പേരിൽ നിന്ന് മാറി നിൽക്കുന്ന കുറച്ച് ഗേൾസ് ഉണ്ട്. ഒനിയിൽ പറഞ്ഞതാണ്, നിങ്ങൾ കണ്ടവർക്ക് മനസ്സിലാവും, അവരെ കൂടെ നമ്മുടെ ഗ്യാങ്ങിൽ ചേർക്കണം, അപ്പം നമ്മുടേതും വലിയൊരു ഗ്യാങ് ആവും എന്നൊക്കെയാണ് പുള്ളിക്കാരൻ അതിനകത്ത് പറയുന്നത്. ശരിയാണ്, ആ ഒരു ഗ്യാങ്ങിനെ തിരിച്ചടിച്ച് നിൽക്കണമെങ്കിൽ അവിടെ ഒരു പുതിയൊരു ഗ്യാങ് രൂപീകരിക്കപ്പെട്ടാലേ പറ്റുള്ളൂ. എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ വന്നിട്ട് അവിടെ ഗ്രൂപ്പ് കളിയാണ് നടക്കുന്നത്. ഒരു ഡൗട്ടും ഇല്ല. പ്രത്യേകിച്ച് ഈ അപ്പാനെയും ഈ അക്ബറും അതിൻ്റെ അകത്ത് നല്ലപോലെ ഗ്രൂപ്പ് പിടിക്കുന്നുണ്ട്. ചിലപ്പോൾ അവരുടെ ഗെയിം പ്ലാൻ ആവാം, പക്ഷെ അത് മനസ്സിലാക്കാതെ അതിൻ്റെ വാലും ചുറ്റിപ്പിടിച്ച് കുറേ എണ്ണം നടപ്പുണ്ട്. അതിൻ്റെ അകത്ത് ഇരുന്ന് അക്ബർ പറയുന്നുണ്ട്, എനിക്ക് അക്ബറോ അപ്പാനെയോ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ആകെ വിശ്വാസമുള്ളത് നിന്നെ മാത്രമാണ്. അപ്പോൾ യെസ്, അക്ബറാണ് ശരത്തിൻ്റെ അടുത്ത് പറയുന്നത്, എനിക്ക് നിന്നെ മാത്രമാണ് ഇതിൻ്റെ അകത്ത് വിശ്വാസം. അപ്പോൾ അപ്പാനി പറയുന്നുണ്ട്, എടാ ഗെയിം എന്താണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ചെയ്യണം. അതായത് എന്താണ് അടുത്ത് ചെയ്യാൻ പോകണമെന്ന് എൻ്റെ അടുത്ത് പറയണം. അതിൻ്റെയൊക്കെ ആവശ്യം എന്തുവാണ്? നിങ്ങൾ ഗെയിം കളിക്കാൻ വന്നാൽ നിങ്ങൾ ഗെയിം കളിച്ചിട്ട് പോവുക. ഇത് ചുമ്മാ വന്നിരുന്ന് എന്തോ അതിൻ്റെ ഇടയിൽ എന്തോ പറയുന്നുണ്ടായിരുന്നു, എക്സ്പോസ്ഡ് ആയിരുന്നു. ഈ എക്സ്പോസ്ഡ് ആക്കുക അവരാരാണ്? അവർ വന്നിരുന്ന് അങ്ങ് പറയുകയാണ് അവർ എക്സ്പോസ്ഡ് ആയി, ഇവർ എക്സ്പോസ്ഡ് ആയി. എന്തിനാണ്? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഈ ശരത്ത് എന്താണ് അതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നതെന്ന്. അതുപോലെ നിവിൻ തിരിച്ചു വന്നപ്പം ശരത്ത് ഓരോ കഥകളായിട്ട് പോയി പറഞ്ഞു കൊടുക്കുകയാണ്, എടാ ഞാൻ ഇങ്ങനെയൊക്കെ നിനക്ക് വേണ്ടി സംസാരിച്ചു. അതായത് സംസാരിച്ചു എന്ന് അറിയിക്കാൻ വേണ്ടി. അതായത് ഞാൻ പിന്നെയും ചോദിക്കുന്നു, ശരത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ നിവിൻ്റെ ലൈഫ് വെച്ചാണ് ആദിലയും നൂറയും കളിച്ചതെന്ന്. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരത്ത് എന്ത് ചെയ്താലും അതൊരു ഗെയിം പ്ലാനാണ്, അത് അവൻ്റെ ഗെയിമാണ്. ബാക്കിയുള്ളവർ എന്തെങ്കിലും ചെയ്താൽ അവരവരുടെ ലൈഫ് വെച്ചാണ് കളിക്കുന്നത്. അത് എന്ത് സ്ട്രാറ്റജി അല്ലെങ്കിൽ എന്ത് ലോജിക്കില്ലാത്ത കാര്യമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് ചോദിച്ചെന്താണ്, എന്തിനാണ് ഈ നിവിൻ്റെ ലൈഫ് വെച്ച് കളിച്ചതെന്ന്. അവർ ട്രിഗർ ചെയ്തു. ട്രിഗർ ആവാതിരിക്കേണ്ട ഉത്തരവാദിത്തം ആരുടേതാണ്? നിവിൻ്റെത്. നിവിൻ ഇറങ്ങിപ്പോയത് എന്തുവാ? അവരെ പിടിച്ചു മാറ്റി തള്ളിയതൊന്നുമില്ലല്ലോ. അവർ ട്രിഗർ ചെയ്തു. ഇങ്ങനത്തെ ഒരു ഗെയിമിൻ്റെ അകത്ത് ട്രിഗറിങ് ഉണ്ടാവും. അപ്പം എന്താ, ഇറങ്ങി പോവാതെ ഇതിൻ്റെ അകത്ത് നിൽക്കണം. അല്ലാതെ ഇതെന്തുവാ, അവൻ്റെ ലൈഫല്ലേ, എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, അവനിനി ഇങ്ങനത്തെ ഒരു അവസരം കിട്ടുമോ എന്നൊക്കെയാണ് അപ്പാനി അതിൻ്റെ അകത്ത് ചോദിക്കുന്നത്. അതൊക്കെ എന്ത് ചോദ്യമാണ്? അത് അവനാണ് ചിന്തിക്കാനുള്ളത്, ആദിലയും നൂറയും. അവൻ ചിന്തിക്കണം, എനിക്ക് വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. അവരങ്ങനെ പലതും പറയും, ട്രിഗർ ആവരുത്, പോവരുത്. അവനോടെങ്കിൽ എണീറ്റെന്ന് പറയാം, ഞാൻ അപ്പോഴത്തെ ഇതിൽ പലതും പറയും. അതൊക്കെ വിശ്വസിച്ച് ഏറ്റുപിടിക്കാൻ നിൽക്കുന്ന എന്തിനാണ് എന്ന് ചോദിച്ചാൽ അവിടെ തീരും, അത്രേ ഉള്ളൂ. ഇതല്ലാതെ ഇറങ്ങിപ്പോയിട്ട് അവനെ ന്യായീകരിച്ചുകൊണ്ട് കുറേ പടകൾ, ഒരു കാര്യമില്ല. നിവിൻ തിരിച്ചു വന്നപ്പോൾ കണ്ടില്ലേ, എല്ലാവരെയും പീപ്പിൾ പ്ലേസിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ഉമ്മം കൊടുക്കുന്നു. അതിനും ഓൾസോ സ്വീറ്റ് ഓഫ് യു. അതിന് സർക്കാസത്തെ രീതിയിലാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. സർക്കാസ് ആണോന്നോ എനിക്കറിയില്ല. അതുപോലെ വന്നപ്പോൾ തന്നെ ആര്യൻ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്നും പറഞ്ഞ് നടന്നതാണ്. ആരുടെ? അനുമോളുടെ. ഇപ്പോൾ ഗിസേലിനായപ്പോൾ ഗിസേലിൻ്റെ കൂടെ ആയി. പുള്ളിക്കാരിയുടെ മറ്റേ കിറ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കിറ്റ് എന്തോ കാണാനില്ലെന്ന്. അതിൻ്റെ കിറ്റാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അതെടുത്ത് പുറത്തെറിഞ്ഞെന്നോ അകത്തെറിഞ്ഞെന്നോ എന്തോ ഇവൻ്റെ അടുത്ത്, നമ്മുടെ നിവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിൻ്റെ ലെഗസി ഞാൻ കീപ്പ് ചെയ്തിടാം, നീ പോയപ്പോൾ അനുമോളുടെ കിറ്റെടുത്ത് ഞാൻ പുറത്തെറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ആര്യം പറയുന്നുണ്ട്. എന്നിട്ട് അനുമോൾ പോയി ചോദിച്ചപ്പോൾ എന്ത് ഷോയാണ് അവിടെ ഇറക്കിയത്. എന്നിട്ട് പിന്നെയും അനുമോളുടെ മണ്ടയ്ക്ക്, അതായത് പാവ എടുത്തടിക്കുന്നു, അതെടുത്തടിക്കുന്നു, ഓരോന്നെടുത്ത് ഒളിപ്പിച്ച് വയ്ക്കുന്നു, എന്തൊക്കെയോ കാണിക്കുന്നു. ആരും കാണിച്ചു കൂട്ടുന്നതെല്ലാം ഭയങ്കര മാസാണെന്നാണ് പുള്ളിക്കാരുടെ വിചാരം. പക്ഷെ വെറും കോമാളി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നോമിനേഷൻ ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോഴും എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു. അനുമോളെ ചപ്പാത്തി കള്ളിയിൽ നിന്ന് വിളിച്ച കാര്യം മുതൽ എന്തൊക്കെയോ പറഞ്ഞ് അവിടെ അഭിനയിച്ച് തള്ളുന്നുണ്ടായിരുന്നു കുന്നംകുളം കപ്പൂർ.
കപ്പൂർ നല്ല കോമഡിയായി വരുന്നുണ്ട് എന്തായാലും. അതിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പം എനിക്ക് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്നു എന്ന് തോന്നിയത് അനീഷാണ് എനിക്ക് തോന്നിയത്. അതുപോലെ അഭിയൊന്നും കാണാൻ കൂടിയില്ല, ഫ്രെയിമിലേ ഇല്ല പുള്ളിക്കാരൻ. ആദ്യം വന്ന സമയത്ത് ഭയങ്കര അഗ്രസീവും കാര്യങ്ങളും കാണിച്ചുവെങ്കിലും ഇപ്പം ഭയങ്കരമായിട്ട് ഒതുങ്ങി അവിടെ ഇരിപ്പുണ്ട്. അതെന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. ഗെയിം ആയാലും അങ്ങോട്ട് മേ ബി ഈ ഒരു ഗ്രൂപ്പ് അവിടെ നടക്കുന്നത് കൊണ്ടായിരിക്കും. കാരണം എത്ര ഗെയിം കളിച്ചിട്ടും നമ്മൾ മുന്നോട്ട് വരില്ല, പിന്നെ എന്തിന് കളിക്കണം എന്നൊക്കെ മൈൻഡ് സെറ്റായി പോയി കാണും. കാരണം അഭിയൊക്കെ നല്ല പൊട്ടൻഷ്യലുള്ള ആളാണ്. മിക്കവാറും ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഔട്ടായി പോകാനേ ചാൻസ് ഉള്ളൂ. നോമിനേഷനിൽ വന്ന് എന്തായാലും ഔട്ടാവും. രേണുസുധിയെ പോലെ ചുമ്മാ അവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ല. കാരണം രേണുസുധിക്ക് പുറത്തൊരു ഫാൻ ബേസ് ഉണ്ട്. അതായത് വീട്ടുകാരായാലും ഈ പ്രേക്ഷകരുടെ ഇടയിൽ അത്യാവശ്യം ഫേസ് ഫെമിലിയറാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് വോട്ട് കിട്ടും അവിടെ ചുമ്മാ ഇരുന്നാൽ. ഈവൻ ബിഗ് ബോസ് അതായത് ഏഷ്യാനെറ്റ് വരെ ട്രോളിക്കൊണ്ട് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല. ഞാൻ കാണിച്ചു തരാം എന്തായാലും, ഞാൻ ഇതിൽ തന്നെ വെക്കാം. ആ ഒരു ഫോട്ടോ ഏഷ്യാനെറ്റ് ട്രോളിക്കൊണ്ട് ഇടണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, രേണുസുധി അതിൻ്റെ അകത്ത് എന്ത് കാണിക്കുന്നു. ഈവൻ എപ്പിസോഡിൽ പോലും ഒന്നുമില്ല. അപ്പോൾ 24/7 ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. എപ്പോഴും ആ ബീൻ ബാഗിലാണ് പുള്ളിക്കാരിയുടെ ഒരു താവളം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങുകയേ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഫേസ് ഫെമിലിയർ ആയതുകൊണ്ടും കുറേ സിമ്പതി വോട്ട് കൊണ്ടും മാത്രമാണ് പിടിച്ചിരിക്കുന്നത്. അല്ലാതെ അതിൻ്റെ അകത്ത് ഒരു ഗെയിമും കളിക്കുന്നില്ല, ഒരു ഫ്രെയിമിൽ വരുന്നില്ല, ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല. അങ്ങനെയാണ് പോകുന്നത്. അതിൻ്റെ അകത്ത് വേറെ അങ്ങനെ അത്രയും ഡൗൺ ആയിട്ടിരിക്കുന്നത്. അതായത് ഈ അഭിയെക്കാളും ഡൗൺ ആയിട്ടാണ് രേണു ഇരിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, രേണു ഇരിക്കുന്നത് ഈ ഒരു ഫേസ് ഫെമിലിയർ ആയതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഇരിക്കത്തേ ഇല്ല. എപ്പോഴും ഔട്ടായി പോയാണ് നോമിനേഷനിൽ വന്നിട്ട്. അതുപോലെ അബിയുടെ അത് ഞാൻ പറഞ്ഞല്ലോ, ഫേസ് ഫെമിലിയർ അല്ല കുറേ പേർക്കൊന്നും. അത്യാവശ്യം ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സീരിയസ്ലി. പുള്ളിക്കാരൻ ഇവിടെ ബിഗ് ബോസിൽ വരുന്നവരെ ഞാൻ കണ്ടിട്ടില്ല. അതിനുശേഷമാണ് പുള്ളിക്കാരൻ്റെ റീൽസൊക്കെ ഞാൻ കാണാൻ തുടങ്ങിയത് തന്നെ. അതുകൊണ്ട് അബി നേരെ കളിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും ഔട്ടാവും. പിന്നെന്തോ പറയണമെന്ന് വെച്ച് മറന്നുപോയി. പിന്നെ ലാസ്റ്റ് എപ്പിസോഡിൽ, അതായത് അനുമോളുടെ കിറ്റ് കാണാനില്ലെന്നും പറഞ്ഞ് സംസാരിക്കാൻ വേണ്ടി പാതിരാത്രിക്ക് റൂമിൻ്റെ അകത്തോട്ട് കയറി വരുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മിസൈലും നമ്മുടെ കുന്നംകുളം കപ്പൂറും കൂടെയാണ് ഒരു ബെഡ് ഷെയർ ചെയ്തത്. എൻ്റെ അമ്മോ, ഇൻസ്റ്റഗ്രാം തുറക്കാൻ വയ്യ. അമ്മ അതിൽ ട്രോളും ബഹളവുമാണ്. മറ്റേ കല്യാണരാമൻ്റെ മറ്റേ മെയിൻ ഡയലോഗാണ്, ഭവാനി ഒന്ന് മനസ്സ് വെച്ചാൽ ഈ കലവറ, അത് തന്നെയാണ് ഫുള്ള്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല. ഗിസയിലും ആര്യനും കിടക്കുന്നു, ഓക്കെ ഫൈൻ. പക്ഷെ അതൊരു ട്രോൾ മെറ്റീരിയലായി. ട്രോളെന്ന് പറഞ്ഞാൽ അമ്മാതിരി ട്രോളുകളാണ് അതിൻ്റെ അകത്ത് നടക്കുന്നത്. ആ കമൻറ്റ് സെക്ഷനൊക്കെ എടുത്ത് നോക്കിയാൽ ചിരിച്ച് ചാവും. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഇന്നത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.